നമസ്തേ എല്ലാവർക്കും ഇത് മൈൻഡ് വെൽനസിൻ്റെ NPD സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കോരും. NPD സീരീസ് എല്ലാം തന്നെ അവയർനെസ്സിനായിട്ടുള്ളതാണ്. നിങ്ങൾ ഡയഗ്നോസിനായിട്ട് ഉപയോഗിക്കരുത്. എന്തെങ്കിലും സംശയമുണ്ട് നല്ലൊരു എക്സ്പേർട്ടിനെ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മാജിക്കൽ തിങ്കിങ് ഓഫ് എ വിക്ടിമാണ്. നമ്മൾ മാജിക്കൽ തിങ്കിങ് എന്നോട് കഴിഞ്ഞ ലൈവിൽ ഒരാൾ ചോദിച്ചിരുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു യാതൊരു നമ്മൾക്ക് സയൻറ്റിഫിക് എക്സ്പ്ലനേഷനോ യാതൊരു ഒതൻറ്റിസിറ്റിയോ ഇല്ലാതെ നമ്മൾ ചില ബിലീഫ്സിൽ നിന്ന് നമ്മൾ തിങ്ക് ചെയ്ത് കൂട്ടുന്ന ചില കാര്യങ്ങളാണ്. അത് ഇന്നതിങ്ങനെ സംഭവിക്കുമെന്നുള്ള രീതിയിൽ നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ അതിന് യാതൊരുവിധ ഒരു ലോജിക്കൽ റീസണിങ് ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമുക്കൊരു സൂപ്പർസ്റ്റിഷൻ്റെ ഭാഗമായിട്ടൊക്കെ ഇതിനെ കണക്കാക്കാം. പക്ഷെ നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് കുട്ടികൾ പ്രത്യേകിച്ച് ചെയ്യും. നമ്മൾ വലുതായി വരുമ്പോഴും ഇതിൻ്റെ ഭാഗം നമ്മളിലുണ്ടായിരിക്കും. പ്രത്യേകിച്ച് OCD ഉള്ളവർക്ക് ഇത് കുറച്ച് കൂടുതലായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് റിലീജിയസ്ലി പോകുന്ന ആളുകൾക്കും ഈ ഒരു മാജിക്കൽ തിങ്കിങ്ങിൻ്റെ ഒരു പ്രശ്നങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കാണാറുണ്ട്. മാജിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രത്യേകമായിട്ടുള്ള നമ്മുടെ തിങ്കിങ്ങിലോ നമ്മുടെ വേർഡ്സിലോ നമ്മുടെ ആക്ഷൻസിൽ നിന്നോ ഒരു പർട്ടിക്കുലർ കാര്യം സംഭവിക്കും. ഞാനിങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെ വരും, ഞാനിങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരും, അല്ലെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ വരും. അത് ചിലപ്പം നമുക്ക് അതിൻ്റെ ഔട്ട്കമായിട്ട് വരുന്ന ആ ഒരു കോൺസിക്വൻസസ് അല്ലെങ്കിൽ ആ സബ്സിക്വൻ്റ് ആയിട്ട് വരുന്ന അതിൻ്റെ റിസൾട്ടോ ആക്ഷൻസോ ഒക്കെ നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യും. ചെറിയ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് 3 പ്രാവശ്യം കുമ്പിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇന്നത് നല്ല രീതിയിൽ കിട്ടും. സോ ഞാൻ 3 പ്രാവശ്യം കുമ്പിടും. പ്രാർത്ഥിക്കുമ്പോൾ 3 പ്രാവശ്യം കുരിശ് വരച്ചാൽ എനിക്ക് അങ്ങനെ കിട്ടും. ഇനി ഞാൻ ഒരു ചരട് ഇന്നടുത്ത ചരട് ഇങ്ങനെ ജപിച്ചിട്ട് എൻ്റെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എല്ലാത്തിൽ നിന്നും രക്ഷ കിട്ടും, കണ്ണ് കിട്ടത്തില്ല, മറ്റുള്ളവരിൽ നിന്ന് ഒരു നെഗറ്റീവ് ഇതൊന്നും എനിക്ക് കിട്ടത്തില്ല, അങ്ങനെയുള്ള ഇത് വരും. പിന്നെ നമ്മൾ ചില എക്സാമിനൊക്കെ പോകുമ്പോഴത്തേനും നമ്മൾ എന്താ പറയുക, ഞാൻ ഇന്നയാളെ പ്രാർത്ഥിച്ചാൽ എനിക്ക് എക്സാമിന് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും, അല്ലെങ്കിൽ ഇന്ന പേന കൊണ്ട് എഴുതിയാൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ ആണെങ്കിൽ ഞാൻ ഇന്ന ഡ്രസ്സ് ധരിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ, ഇന്ന പെർട്ടിക്കുലർ കളർ ഇന്ന പെർട്ടിക്കുലർ ഡ്രസ്സൊക്കെ ധരിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ചില ആളുകളുണ്ട്, ഞാൻ ഇന്ന അമ്പലത്തിലോ ഇന്ന പള്ളിയിലോ പോയാൽ എനിക്ക് നല്ലതും, എങ്ങാനും ഞാനത് പോകാതെ മിസ്സായാൽ എനിക്ക് ദോഷമായിട്ട് വരും, ഇങ്ങനെ കാര്യം. ഇനി ഞാൻ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് നന്മ വരണമേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അത് എനിക്ക് ദോഷമായിട്ട് വരും. അതായത് ഞാൻ ഇങ്ങനെ അയാൾക്ക് നന്മ വരണേ, അയാളെ എല്ലാം നല്ലതാക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരും, എനിക്ക് എന്തെങ്കിലും ദോഷം വരും എന്ന് ചിന്തിക്കുന്നത്. ഇങ്ങനെയുള്ള ചിന്തകളും ഇങ്ങനെയുള്ള വിശ്വാസങ്ങളും ഒക്കെയാണ് നമ്മൾ പറയുന്നത് മാജിക്കൽ തിങ്ക്. ഒരു മാജിക്കലായിട്ട് എന്തോ സംഭവിക്കുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ അതിനൊരു യാതൊരു ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളും ഇല്ല, യാതൊരു രീതിയിലുള്ള ഒതൻറ്റിസിറ്റിയും ഇല്ല, സയൻറ്റിഫിക്കലി ഒന്നും പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. ചിലപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കും, ഒരു മാജിക്ക് പോലെ അങ്ങ് സംഭവിക്കും. മാജിക്കലായിട്ടാണ് അത് സംഭവിക്കുന്നത്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയി നമ്മളത് പെർഫോം ചെയ്ത് കണ്ടോ ഞാൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തു, ഇന്ന സ്ഥലത്ത് ഇന്ന അമ്പലത്തിൽ പോയി ഇന്ന ആളുടെ കയ്യിൽ നിന്ന് ഈ രീതിയിൽ എനിക്ക് പ്രാർത്ഥിച്ച് കിട്ടി, അങ്ങനെ വന്നിട്ട് ഞാൻ പോയാലാണ് എനിക്കിത് സംഭവിക്കുക എന്ന് പറയുന്നിടത്ത് നമുക്ക് അങ്ങനെ ഒരു ചിന്ത. അപ്പം നമ്മൾ ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ യാതൊരുവിധ സയൻറ്റിഫിക് അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ്ങും കൊടുക്കാൻ പറ്റാതെ നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളെയാണ് നമ്മൾ പറയുന്ന മാജിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ഇത് പക്ഷേ ഇതൊരു പ്രശ്നമൊന്നും അല്ല കേട്ടോ. പ്രശ്നമാകുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് OCD വന്നു കഴിഞ്ഞാൽ ചില ആൾക്കാർ നമ്മുടെ ദേഹം മുഴുവൻ ഇങ്ങനെ ചരട് കൊണ്ട് കെട്ടും, ഈ ജപിച്ച്. അപ്പോൾ അത് ഫുള്ള് ദേഹം അരയിലും ദേഹത്തും കയ്യേലും കഴുത്തേലും അങ്ങനെ വരുമ്പോൾ സംതിങ് ലൈക്ക് ഭയങ്കരമായിട്ട് ഒബ്സസ്ഡ് ആയി അതിലേക്ക്. അപ്പം അതൊക്കെ വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് കുറച്ചൊരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഫുൾ ടൈം പള്ളിയിലും കയറി അമ്പലത്തിലും കയറി ഭയങ്കരമായിട്ട് നേർച്ച കാഴ്ചകളും ശയനപ്രദക്ഷിണം ഇങ്ങനെ നമ്മളിങ്ങനെ ഒബ്സസ്ഡ് ആയി കഴിയുമ്പോൾ തന്നെ നമ്മൾ പറയും ദാറ്റ്സ് നോട്ട് റിയലി ഗുഡ്. അതല്ലെങ്കിൽ ഇത് ഒരു നമ്മളുടെ എല്ലാവരുടെയും ഒരു ആങ്സൈറ്റി ആൻഡ് സ്ട്രെസ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നമുക്ക് എന്തിനോടെങ്കിലും ആങ്സൈറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ വരുന്നുണ്ട്, ഭയങ്കര ടെൻഷൻ, അയ്യോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഇല്ല ഞാനൊരു 3 പ്രാവശ്യം ഞാനിങ്ങനെ ഒന്ന് തൊഴട്ടെ, ഇങ്ങനെ തൊഴുത് പ്രാർത്ഥിക്കട്ടെ, ഇങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ ഒരു ഇഷ്ടദേവനെയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഒരാളോട് പർട്ടിക്കുലർ ആളോടൊന്നും ഞാൻ അയാളെ എനിക്കൊന്ന് കണ്ടാൽ മതി, അയാളെ ഒന്ന് കണ്ടിട്ട് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. അതുപോലെ നമ്മൾ പറയുന്നത് പൂച്ച ഇങ്ങനെ ചാടിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പറയുന്നതെല്ലാം ഒരു
മാജിക്കൽ തിങ്കിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് പോസിറ്റീവ് വരുന്നു, ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് നെഗറ്റീവ് വരുന്നു, ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ എനിക്ക് പോസിറ്റീവ് വരുന്നു, ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ എനിക്ക് നെഗറ്റീവ് വരുന്നു, ചില കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് നെഗറ്റീവ് വരുന്നു, ചില കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് പോസിറ്റീവ് വരുന്നു, അല്ലെങ്കിൽ പറയാതിരുന്നാൽ എനിക്കിങ്ങനെ സംഭവിക്കുന്നു. അങ്ങനെ നമ്മുടെ മനസ്സിൽ നമ്മളാക്കിയെടുക്കുന്ന ഒരു ചിന്തയാണത് മാജിക്കൽ തിങ്കിങ്. അത് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും ആങ്സൈറ്റി ആൻഡ് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനായിട്ട്. ഇത് നമ്മുടെ വിക്ടിംസ് ആയിട്ടുള്ളവർ ഒത്തിരി യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഈ മാജിക്കൽ തിങ്കിങ്. അപ്പോൾ അവർക്ക് ഭയങ്കര ഫിയറാണ്. എന്നാണെന്നറിയോ, ഞാനിനി ഇങ്ങനെയെങ്ങാനും പറഞ്ഞു പോയാൽ ഇങ്ങനെയെങ്ങാനും സംഭവിച്ചാലോ, ഞാൻ അന്നേരം ഈ പെയിൻ എന്ന് പറയുന്നത് അതിൽ കൂടെ ഞാൻ കടന്നു പോയാൽ എനിക്ക് സ്വർഗം കിട്ടും. അപ്പോൾ ഈ പെയിൻ ഞാൻ അനുഭവിച്ച് ഞാൻ ഇതിലൂടെ പോയി കഴിയുമ്പോൾ ഞാൻ എന്നെ ഭയങ്കരമായിട്ട് ദൈവത്തിൻ്റെ ഒരു പുത്രിയായിട്ടോ പുത്രനായിട്ടോ ഒക്കെ കാണുന്നു, അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള അനുഗ്രഹങ്ങൾ കിട്ടും. ഇങ്ങനെയെല്ലാം പറയുന്നതെല്ലാം ഒരു മാജിക്കൽ തിങ്കിങ്ങിൻ്റെ ഭാഗം. ഇതിന് യാതൊരു ലോജിക്കൽ സപ്പോർട്ടോ യാതൊന്നുമില്ലാത്ത ഒരു കാര്യമാണ്. അങ്ങനെ ഈ മാജിക്കൽ തിങ്കിങ്ങിലൂടെ ഞാൻ എന്താ പറയുക, ഞാൻ ചിലപ്പോൾ ഇതിനകത്ത് നിന്ന് ഇറങ്ങുന്നു, എനിക്ക് ഈ ഒരു മാരേജിലോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലോ നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ, അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അന്നേരം എന്തെങ്കിലും സംഭവിക്കും, അന്നേരം എല്ലാവരും പിന്നെ പഴിക്കുന്നത് തന്നെ ആയിരിക്കുമല്ലോ. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കണ്ടോ അങ്ങനെ പറഞ്ഞിട്ടാണ്, അതങ്ങനെ ചെയ്തിട്ടാണ് വന്നത് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരും. ഇതിന് യാതൊരു ലോജിക്കൽ സപ്പോർട്ട് ഒന്നുമില്ലാതെ ആളുകൾ ഇങ്ങനെ പറയുമ്പോഴത്തേന് നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ ഒത്തിരി പേര് നമ്മളിപ്പം പേരൻസിൻ്റെ, അത് പ്രത്യേകിച്ച് പേരൻസും കുട്ടികളും തമ്മിൽ റിലേഷൻഷിപ്പിൽ കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും എതിരായിട്ട് സംസാരിക്കുന്നവരുടെ ജീവിതം അങ്ങനെയായി തീരും, അവർക്ക് ഇന്നത് സംഭവിക്കും, പേരൻസിൻ്റെ മാതാപിതാക്കളുടെ ശാപം അവരെ പിന്തുടരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്കുള്ളത് കൊണ്ട് എത്ര അബ്യൂസീവ് ആയിട്ടുള്ള പേരൻ്റ് ആണെങ്കിലും നമുക്ക് പേടിയാവും. കാരണം ഇതൊക്കെ മാജിക്കൽ തിങ്കിങ്ങിൻ്റെ ഭാഗമാണ്. ഞാനിനി എന്തെങ്കിലും പറഞ്ഞാൽ, അല്ലെ ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും, ഞാൻ ഇങ്ങനെ ആക്ട് ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും എന്നുള്ള രീതിയിലുള്ള ഇങ്ങനെ കുറേ തിങ്കിങ്ങുകൾ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. നമ്മളെപ്പോഴും നോക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, മാജിക്കൽ തിങ്കിങ് ഈസ് ഓക്കെ ടു ആൻ എക്സ്റ്റെൻറ്റ് ടു പ്രൊട്ടക്റ്റ് യുവർ ആങ്സൈറ്റി ആൻഡ് സ്ട്രെസ്. നമ്മളിപ്പോൾ ഒരു സ്റ്റേജിൽ കയറുമ്പോൾ, ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു, എവിടെയാണ് മാജിക്കൽ തിങ്കിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മളൊരു സ്റ്റേജിൽ കയറുമ്പോൾ നമുക്ക് ഭയങ്കരമായ വെപ്രാളം വരുമ്പോൾ നമ്മൾ ചില മന്ത്രം 3 പ്രാവശ്യം ചൊല്ലുക എന്ന് പറയുന്ന ഒരു മാജിക്കൽ തിങ്കിങ് ആണ്. അതുപോലെ തന്നെ നമ്മൾ കയ്യിലൊരു ജപിച്ച ഒരു ചരട് വല്ലതും ഇങ്ങനെ കെട്ടുക, അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ കൊന്തയോ എന്തെങ്കിലും നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഓക്കെ ഐ ഹാവ് ദ പവർ വിത്ത് മീ എന്ന് ഫീൽ ചെയ്യിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഞാൻ ഇടുന്ന ഒരു ഡ്രസ്സിൽ ഇന്ന കളറ്, എനിക്ക് ഈ കളറാണ് എപ്പോഴും, ഒരു ബ്ലൂ ആണ് എനിക്ക് അനുഗ്രഹമായിട്ട് അല്ലെങ്കിൽ എപ്പോഴും എനിക്ക് പവറായിട്ട് വരുന്നത്, ആ ബ്ലൂ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഞാനൊരു ഇൻ്റർവ്യൂവിന് പോകുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഞാനിന് ഓക്കെ ഇറച്ചിയും മീനും ഞാൻ 2 ദിവസം കഴിക്കാൻ പാടില്ല, കാരണം എനിക്കൊരു സ്റ്റേജ് പെർഫോമൻസ് ഉണ്ട്, ഇറച്ചിയും മീനും കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശരിയായിട്ട് വരത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇറച്ചിയും മീനും അവോയ്ഡ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം നമ്മളെ ഒരു മാജിക്കൽ തിങ്കിങ്ങിൽ നമ്മളെ പോസിറ്റീവായിട്ട് നമുക്ക് ഹെൽപ്ഫുള്ളാണ് നമ്മുടെ ആങ്സൈറ്റി ആൻഡ് സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ. അതല്ലാതെ ഈ വിക്ടിംസ് ചെയ്യുന്നത് പോലെ മാജിക്കൽ തിങ്കിങ് കൊണ്ട് നിങ്ങളുടെ അബ്യൂസർ മാറും, എനിക്ക് മനോഹരമായിട്ടൊരു ജീവിതം കിട്ടും, എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും, ദൈവം എനിക്ക് അങ്ങനത്തെ വലിയൊരു റിവാർഡ് തരും എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കുകയും നമ്മൾ ആ ഒരു വിക്ടിംഹുഡിൽ കിടന്ന് ഭയങ്കരമായിട്ട് സഫർ ചെയ്യാനും ഇടയാകും. അതുകൊണ്ട് തന്നെ സെൻസിബിളായിട്ട് മാജിക്കൽ തിങ്കിങ് ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാനും മാജിക്കൽ തിങ്കിങ് ഉപയോഗിക്കുന്ന ആളാണ്. പലപ്പോഴും നമ്മളൊന്ന് നമ്മുടെ എന്തെങ്കിലും ഒരു പെർഫോമൻസ് കയറും, അപ്പോൾ നമ്മുടെ ആങ്സൈറ്റിയും സ്ട്രെസ്സിനെയും ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. സോ ഇറ്റ്സ് സർട്ടൻ തിങ്സ് ദാറ്റ് ഹെൽപ്സ് യു ടു മാനേജ് ഇറ്റ്. അത് നമുക്ക് ഭയങ്കര നല്ലതാണ്. ചിലപ്പോൾ ഒരു രുദ്രാക്ഷത്തെ പിടിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഫീൽ ചെയ്യുന്നതോ, അല്ലെങ്കിൽ നമുക്ക് നവരത്നങ്ങളുടെ മോതിരം അണിയുന്നു എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഓരോ കാര്യങ്ങളും ഉണ്ട് നമുക്ക് പല രീതിയിലുള്ള. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു സപ്പോർട്ടിങ്, ഒരു ആങ്സൈറ്റിയും സ്ട്രെസ്സിനെയും മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ടിങ് ഈസ് ഓക്കെയാണ്. പക്ഷേ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ വന്നിട്ട് അത് നമ്മളെ ഒരു വിക്ടിംഹുഡിലേക്ക് കൊണ്ടുപോയി സഫറിങ്ങിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾ വളരെ നല്ല രീതിയിൽ നമ്മുടെ മാജിക്കൽ തിങ്കിങ്ങിനെ മാറ്റി നിർത്തി അനലിറ്റിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്ങിലേക്ക് നമ്മൾ കയറണം. ഒരു മാജിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആൻഡ് അനലിറ്റിക്കൽ തിങ്കിങ്ങിൻ്റെ എനിമിയാണ്. അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. മാജിക്കൽ തിങ്കിങ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അനലിറ്റിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്ങിലേക്ക് പോവില്ല. നമ്മുടെ ലൈഫ് ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകണമെങ്കിലും ബെറ്റർ ഡിസിഷൻസ് നമ്മുടെ ലൈഫിൽ എടുക്കണേലും
നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളെയും മാനേജ് ചെയ്ത് കൊണ്ട് പോകാനായിട്ട് നമുക്ക് വേണ്ടൊരു കാര്യമാണ് അനലിറ്റിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഒരു സൊല്യൂഷൻ ഫോക്കസ് തിങ്കിങ്ങിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫിനെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കി അതിൽ തീരുമാനങ്ങൾ എടുത്ത് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് എല്ലാവർക്കും നല്ല പീസ്ഫുള്ളായിട്ട് ഹാപ്പിയായിട്ട് പ്രോഗ്രസീവായിട്ട് ജീവിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. അതിന് ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.